എടയാർ തീപിടുത്തം പ്രത്യേക യോഗം ചേർന്നു. എടയാറിലെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓയിൽ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. ഒരുപാട് പേര് ഇതിന്റെ ഉള്ളിലുണ്ട്. പഴയകൂട്ടത്തെ നാട്ടുകാരല്ല ഇന്നത്തെ പണിക്കാർ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പണിക്കാർ അന്യ സംസ്ഥാനക്കാരായതുകൊണ്ട് അവരൊക്കെ ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു നക്കാപ്പിച്ച കൊടുത്ത് വിടാം എന്നുള്ളൊരു ചിന്തയാണ് അവരുള്ളിൽ. അതിനിവിടുത്തെ നാട്ടുകാർ ഇവരോടൊപ്പം സംഘടനാ സംവിധാനത്തിൽപ്പെട്ട NDA നേതാക്കൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇവിടെ ഈ നാട്ടുകാർ മുഴുവനും ഇവർക്ക് വേണ്ടി ഒരു 50 ലക്ഷം രൂപ അവര് നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഈ ഓണറെ വീട്ടിലേക്ക് ഈ നാട്ടുകാർ മുഴുവനും ഈ ബോഡിയുമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിക്ക് മുന്നേ തന്നെ കത്തലുകൾ അല്ലെ, ഒരു തുടർക്കഥയാണത്. പഴയ മാതിരി സേഫ്റ്റി ഇല്ല. ഇത് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ കൂടി വന്ന സമയത്ത് വെള്ളമാണ് ഒഴിക്കണം. അപ്പൊ തീ ആളെയാണ് ചെയ്യുന്നത്. അതുള്ള ഫയർ സേഫ്റ്റി എന്ന് പറയുന്ന സാധനം അതവിടെ എടുത്തു വെച്ചിരിക്കുന്ന മാത്രമേ. ഒരു കമ്പനിയിലും ഇതേപോലെ സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ, പഞ്ചായത്തായാലും, രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും MLA ആയാലും അവരെല്ലാവരും ഇത് ഇടപെട്ട് കൃത്യമായിട്ട് തൊഴിലാളികൾക്ക് കൃത്യമായ സേഫ്റ്റി ഉണ്ടാവണം. ഈ കമ്പനികൾ മാലിന്യത്തിന്റെ ആണെങ്കിൽ വെള്ളത്തിലേക്ക് ഒരു സൈഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴയുടെ ഒരു ചെങ്കല്ലുള്ളത്, ഒരു സൈഡ് നോക്കിയാൽ നല്ല വെള്ളം, കുടിക്കാനുള്ള വെള്ളം പോലും വിഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ നൽകുന്നതിനും കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുന്നതിനും ഭാര്യയ്ക്ക് സമ്മതമെങ്കിൽ തൊഴിൽ നൽകുന്നതിനും ഓയിൽ കമ്പനി മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ഇതുകൂടാതെ നിയമപ്രകാരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരങ്ങളും കുടുംബത്തിന് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. ഓയിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അടുത്ത 10 ദിവസത്തിനുള്ളിൽ ജില്ലയിലെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കാക്കനാട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും പങ്കെടുത്തു.